Traders, welcome back another break. ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങളൊരു ഒരു പ്രോഫോം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ പ്രോഫോം പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻസിനും ഫ്രീ ആയിട്ട് $5,000 ഫണ്ടിങ് അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇവാലുവേഷൻ ആണ് കൊടുക്കുന്നത്. വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ ആണ് അവർ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ആക്ച്വലി ഇത് അവരുടെ ഒരു വാലറ്റിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അവരൊരു ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എന്നെ അറിയിച്ചതല്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിനെ അറിയിച്ചത് നമ്മുടെ വൺ ഓഫ് ദി സ്റ്റുഡന്റ് ആയിട്ടുള്ള സഫ്വാൻ ആണ്. സഫ്വാന് 18th ജൂലൈനാണ് ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിനകത്തും ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഒരു ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ലിങ്കിന് അകത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. പേഴ്സണലി ഈ ഒരു പ്ലാറ്റ്ഫോം മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒന്നാമത് FTM ആയിരുന്നു ഇയേഴ്സ് ബാക്ക്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ FTM സർവീസസോ കാര്യങ്ങളൊന്നും ഓഫർ ചെയ്യുന്നില്ല. പിന്നെ മൈഫോറെക്സ് ഫണ്ട് ആയിരുന്നു. മൈഫോറെക്സ് ഫണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഐ മീൻ ഒരു അൺഎക്സ്പെക്ടഡ് ദിവസം അവർ എന്ത് ചെയ്തു, പൂട്ടിപ്പോയി. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഫണ്ടാണ് ഞാൻ ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കൂടാതെ തന്നെ ഞാൻ ഇതിന്റെ മുമ്പ് ഞാൻ ഫണ്ടിങ് പിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫണ്ടിനെക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാറ്റ്ഫോംസ് എല്ലാം ഡീസന്റ് ആയിരുന്നു. ഫണ്ടിങ് പിപ്സിലെ കുറച്ച് MT5 ചാർട്സും നമ്മുടെ TDB ചാർട്സും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഡീസന്റ് ആയിട്ട് പേയ്ഔട്ട്സ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിനകത്ത് തന്നെ ഫസ്റ്റ് ആയിട്ട് ട്രേഡേഴ്സിന്റെ ലൈവ് പേയ്ഔട്ട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഫണ്ടിങ് പിപ്സ്. സോ നമുക്ക് തിരിച്ചിലേക്ക് വരികയാണ്. ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഞാൻ മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഞാനൊരു പ്ലാറ്റ്ഫോം കാണുന്നത് തന്നെ. ഞാനിവിടെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തപ്പം ഇവർ നമുക്ക് തന്ന ഇൻഫർമേഷൻ എന്താ ചോദിച്ചു തന്നതെന്ന് വെച്ചാൽ, നമുക്ക് വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ ആണ് ഇവർ തരുന്നത്. വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ നമുക്ക് ഡെയിലി ഡ്രോ ഡൗൺ 3% ആണ്, ടോട്ടൽ ഡ്രോ ഡൗൺ 10% ആണ്, നമ്മുടെ പ്രോഫിറ്റ് ടാർജറ്റ് 10% ആണ്. ആൻഡ് മിനിമം ട്രേഡിംഗ് ജസ്റ്റ് 3 days ആണൊക്കെ പറയുന്നത്. അതുപോലെ ന്യൂസ് ട്രേഡിംഗ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അലൗഡ് ആണ്. സോ എങ്ങനെ നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള $5,000 ചാലഞ്ച് അക്കൗണ്ട് ക്ലെയിം ചെയ്യാം? ഇത് ആക്ച്വലി ഞാൻ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ തരുന്നത്. ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ട് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അവർ ഈ സംഭവം നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം വെച്ചാൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ കമന്റ് ബോക്സിനും പിൻ ചെയ്ത് വെച്ച ഫണ്ട് ലിങ്കിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ജസ്റ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലോഗിനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ലോഗിൻ പേജിലേക്ക് വെബ്സൈറ്റ് കുറച്ച് സ്ലോ ആണ്. ഐ തിങ്ക് മേ ബി ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ലോഗിൻ പേജിനകത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. സൈൻ ഇൻ ഉണ്ടാവും, രജിസ്റ്റർ എന്ന ഓപ്ഷൻ. ജസ്റ്റ് രജിസ്റ്ററിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ജുനൈദ് എന്നാണ്. സോ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. സോറി, ജുനൈദ്. അതുപോലെ തന്നെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഏത് രാജ്യത്താണ് ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കൺട്രി ഏതാണ് അത് ഞാൻ എന്ത് ചെയ്തിരിക്കണം, സെലക്ട് ചെയ്തിരിക്കണം. ഇപ്പം നിങ്ങൾ സപ്പോസ് നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണ്. സോ നിങ്ങൾക്ക് ഇന്ത്യ സെലക്ട്. പക്ഷേ നിങ്ങൾ പുറം രാജ്യത്താണ് നിങ്ങൾ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൺട്രി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഒറിജിൻ കൺട്രീന് എന്ത് ചെയ്യുക, കൊടുക്കുക. ആൻഡ് പാസ്വേഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വൺസ് ടൈപ്പ് ചെയ്യുക. സോ ഇങ്ങനൊരു നിങ്ങളെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഇത് രണ്ടും ടേംസിൽ ആക്സെപ്റ്റ് കൊടുക്കുക. ഐ ആം നോട്ട് എ റോബോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ എന്ത് കാണിക്കും, കുറച്ച് പിക്ചർ വെരിഫിക്കേഷൻ ജസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുക. സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ റീഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് വരും, നമ്മുടെ ഫണ്ടിങ് പിപ്സ് ഐ മീൻ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന്റെ ഡാഷ് ബോർഡിലേക്ക് ഇത് എന്ത് ചെയ്യും, സ്വിച്ച് ഓഫ്. സോ ഇതിന് ശേഷം നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ലിങ്കിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, തിരിച്ച് ബാക്ക് നിങ്ങളുടെ ഹോം പേജിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ വരിക. ഈ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഹോം പേജിനകത്ത് ഇതുപോലൊരു ബാനർ കാണാൻ വേണ്ടി പറ്റും. വി ആർ ഗിവിംഗ് എവേ അൺലിമിറ്റഡ് ഫ്രീ ചാലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ജസ്റ്റ് ക്ലെയിം ചാലഞ്ചിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലെയിം ചാലഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഇതിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഒരു റോയൽറ്റിയുടെ ഒരു കാർഡ് നിങ്ങളുടെ ഫോണിനകത്തോ ഐ മീൻ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിനകത്തോ iOSനകത്തോ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്താൽ മാത്രം നമുക്ക് ഈ ഒരു ഇൻസ്റ്റന്റ് ഈ ചാലഞ്ച് ഫിയർക്ക് ഫ്രീ ആയിട്ട് തരുള്ളൂ. സോ വൺസ് നിങ്ങൾ ക്ലിക്ക് ഇവിടെ ഈ ക്ലെയിം ചാലഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോപ്പപ്പ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം സൈൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുക. സൈൻ വിത്ത് ഗൂഗിളിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഈ പേജ് നേരെ റീഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഗൂഗിളിലെ ഒരു സൈൻ ഇൻ പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ബ്രൗസറിനകത്തുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടാവും, നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ച് അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അത് കണക്ട് ചെയ്യുക.
ഇനി സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐഡി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സെക്യൂരിറ്റി ഒരു ബ്രീച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ മെയിൻ ഇമെയിൽ ഐഡി ഇല്ലാത്ത വല്ല ആൾട്ടർനേറ്റീവ് ഇമെയിൽ ഐഡി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സൈൻ ഇൻ ചെയ്യുക. സോ വൺസ് നിങ്ങൾ സൈൻ വിത്ത് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജ് റീഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വേറൊരു പോപ്പപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാണിക്കും. ജസ്റ്റ് എ സെക്കൻഡ് ഞാൻ നോക്കട്ടെ കാണിക്കുന്നുണ്ടോ എന്നുള്ള. ഞാൻ എനിക്ക് വേറെ എക്സാമ്പിൾ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. നിങ്ങൾ വൺസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു പുതിയൊരു പോപ്പപ്പ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നിങ്ങളുടെ സ്ക്രീനകത്ത് കാണാൻ വേണ്ടി പറ്റുക. ഇതിനകത്ത് ഇവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു ലോയൽറ്റി ബാഡ്ജ് നിങ്ങളുടെ ഫോണിനകത്ത് ആഡ് ചെയ്യാൻ, ഇത് ആക്ച്വലി ഒരു വാലറ്റിന്റെ പ്രൊമോഷന്റെ ഭാഗമുള്ള സംഭവമാണ് ഇവർ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ബാഡ്ജ് അല്ലെങ്കിൽ ആ ഒരു വാലറ്റ് നിങ്ങളുടെ ഫോണിനകത്ത് ആഡ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് കിട്ടില്ല, ഈ റോയൽറ്റി പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ആയാൽ മാത്രം നമ്മൾ ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രം അവർ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് തരുള്ളൂ. സോ ഇതുപോലെ സംഭവം കാണിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഇമെയിൽ ഐഡി എന്ത് ചെയ്യുക, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇമെയിൽ ഐഡി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. 1 to 15 ഹവേഴ്സിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ സംഭവം നമ്മുടെ മെയിലിലേക്ക് ഈ ഒരു റോയൽറ്റി ബാഡ്ജിന്റെ കാര്യം വരുന്നത്. സോ അത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അടുത്തൊരു പ്രോസസ്സിലേക്ക് പോകാനുള്ളത്. സോ അത് അടുത്തൊരു പ്രോസസ്സ് ഞാനൊരു മെയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. കപ്പിൾ ഓഫ് ഹവേഴ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ 1 അവർ പിടിക്കാം, ചിലപ്പം 2 അവർ പിടിക്കാം, അല്ലെങ്കിൽ 15 ഹവേഴ്സ് പിടിക്കാം. എനിക്ക് വന്ന മെയിൽ ഇതുപോലെയാണ് എൻ്റെ മെയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ വൺസ് ഇതിനകത്ത് ഇതുപോലൊരു ഇൻസ്റ്റാൾ റോയൽറ്റി കാർഡ് ടു ഗെറ്റ് യുവർ ഫ്രീ ചാലഞ്ച് എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു മെയിൽ ഇതായിരിക്കും നിങ്ങളുടെ മെയിലിൽ ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ നിങ്ങളുടെ ഇൻബോക്സിനകത്ത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലിനകത്ത് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, ഒരു ഫോൾഡർ ഉണ്ടാവും. സോ നിങ്ങൾക്ക് പ്രൊമോഷൻസിനകത്ത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പാമിനകത്തും ചെക്ക് ചെയ്യാവുന്നത്. എനിക്ക് ഈ സാധനം വന്നിരിക്കുന്നത് പ്രൊമോഷനകത്താണ് വന്നിരിക്കുന്നത്. 2 ഡേയ്സ് മുമ്പാണ് നോക്കണത് നിങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് പറയാൻ വേണ്ടി. സോ ആ ഒരു മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവം എനിക്ക് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മളൊരു വെൽക്കം ചെയ്തൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ അതിനകത്ത് അവർ പറയുന്നുണ്ട്, യു ആർ ടേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് സൈൻ അപ്പ് നൗ, ഇറ്റ്സ് ടൈം ടു അൺലോക്ക് ഗുഡ് സ്റ്റാഫ് ആൻഡ് ജസ്റ്റ് ആഡ് യുവർ കാർഡ് ഇൻ ടു ആപ്പിൾ വാലറ്റ് ഓർ ആൻഡ്രോയിഡ് വാലറ്റ് ക്ലിക്കിംഗ് ബിലോ ലിങ്ക്. സോ ഇതിനകത്ത് താഴെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിങ്ക് അയച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് ഒരു പേജിനകത്തേക്ക് പോകും. ആ പേജിനകത്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു QR കോഡ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, കാണിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിനകത്ത് കാണുന്ന പോലെ ഒരു QR കോഡ് ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. സോ നിങ്ങൾ ജസ്റ്റ് ആ QR കോഡ് നിങ്ങളുടെ ഫോണിനകത്ത്, ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജസ്റ്റ് പ്ലേ സ്റ്റോറിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാലറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കിട്ടും. ഓക്കെ. സോ ആ വാലറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോണിനകത്തേക്ക് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ QR കോഡ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് സ്കാൻ ചെയ്യുക. വൺസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിനകത്തേക്ക് ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ടാവും. ഇവിടെ റോയൽറ്റി ബാഡ്ജ് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ വാലറ്റിനകത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ സെയിം ഇമെയിൽ ഐഡി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ലോഗിൻ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. സോ വൺസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് എന്താവും, കംപ്ലീറ്റ് ആവും. അഗെയിൻ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വരും, നിങ്ങളുടെ ഈ റോയൽറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടെന്ന്. ഇതിനുശേഷം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, അപ് ടു 1 to 15 ഹവേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ iOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാമറ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ സെയിം QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. വൺസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സഫാരി ബ്രൗസറിനകത്തേക്ക് പോകും. സഫാരി ബ്രൗസറിനകത്ത് നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് കാണിക്കും. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. സോ ആ പോപ്പപ്പ് നിങ്ങളുടെ കാണിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആഡ് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കും, സ്ക്രീനിനകത്ത് കാണിക്കും. ജസ്റ്റ് ആഡ് എന്ന് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ, ഞാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ, ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കിട്ടുവാണെങ്കിൽ. ജസ്റ്റ് അത് കഴിഞ്ഞാൽ സെയിം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെയിൽ വരും, നിങ്ങൾ ഈ റോയൽറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ് ടു 1 to 50 ഹവേഴ്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ വൺസ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ക്ലെയിം ചാലഞ്ച് എന്നൊരു ബട്ടൺ കാണിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു മെയില് ആഫ്റ്റർ 1 to 15 ഹവേഴ്സിനുള്ളിൽ ഒരു പുതിയൊരു മെയിൽ വരും. ആ മെയിൽ നിങ്ങൾക്ക് സെയിം കാണാൻ വേണ്ടി പറ്റുന്ന അതിന്റെ ഹെഡിങ് ഇങ്ങനെയായിരിക്കും, യുവർ ചാലഞ്ച് എവൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊമോഷനകത്തായിരിക്കും, ചില ജിമെയിലിനകത്ത് പ്രൊമോഷൻ എന്ന ഫോൾഡറിനകത്തായിരിക്കും ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവുക. സോ ആ മെയിലിനകത്ത് ഇതുപോലെ കാണിക്കുക, ഡിയർ ട്രേഡർ യുവർ ഫ്രീ ചാലഞ്ച് ഓൾമോസ്റ്റ് ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് യൂസ് ദ ലിങ്ക് ബിലോ ചൂസ് അക്കൗണ്ട് ടൈപ്പ് കമ്മീഷൻ ഫ്രീ ഓർ സ്പ്രെഡ് അക്കൗണ്ട്. സോ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം ചാലഞ്ചിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പുതിയൊരു പേജിലേക്കായിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് എ സെക്കൻഡ്, ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. ഇപ്പോൾ ഇവിടെ കറന്റ് $2 എന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി ഞാൻ അത് ഓൾറെഡി ക്ലെയിം ചെയ്തതുകൊണ്ടാണ് $2 എന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടായിരിക്കും, കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും, സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അതിനകത്ത് 1 സ്റ്റെപ്പ് ഇവാലുവേഷൻ ഫേസ് ആണ് നമുക്ക് തരുന്നത്. $5,000 അക്കൗണ്ടാണ് തരുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ ട്രേഡിംഗ് അറ്റ്മോസ്ഫിയർ ആയിട്ട് മാച്ച് ആവുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് മെറ്റ ട്രേഡർ യൂസ് ചെയ്യാം, ഐ മീൻ സി ട്രേഡർ യൂസ് ചെയ്യാം, മാച്ച് ട്രേഡർ യൂസ് ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് പല ടൈപ്പ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഐ മീൻ കമ്മീഷൻ ഫ്രീ ഉണ്ട്, റോസ്പെഡ് ഉണ്ട്. റോസ്പെഡ് ആണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് സീറോ സ്പ്രെഡ് ആയിരിക്കും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക,
ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ഇവിടെ അഗെയിൻ ഞാൻ പറയാണ് 0 ആയിരിക്കും കാണിക്കുന്നത്. എനിക്കിവിടെ $2 ആണ് ക്ലിക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ടു ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞ പേജിലേക്ക് കാണിക്കും. ഇത് കാണിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഓൾറെഡി ക്ലെയിം ചെയ്തതുകൊണ്ട്. അപ്പോൾ ചെക്ക് ഔട്ട് പേജിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലായിരിക്കും നിങ്ങളുടെ ഇൻഫർമേഷൻസ് അവിടെ വരുന്നുണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പ്ലേസ് ഓർഡറിൽ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രേഡ് അക്കൗണ്ട് എന്താവും ഐ മീൻ നിങ്ങൾ ആ ഒരു പർച്ചേസ് അവിടെ എന്താവും കംപ്ലീറ്റ് ആവും. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ട് ചാലഞ്ച് അക്കൗണ്ട് കിട്ടാനുള്ളത്. സോ വൺസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് റീഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകും നിങ്ങളുടെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന്റെ ഡാഷ്ബോർഡിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നും ഓർഡേഴ്സിനകത്ത് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ പാനിക് ആവണ്ട. ഐ മീൻ നിങ്ങൾ പേടിക്കേണ്ട. കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക, കുറച്ച് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അക്കൗണ്ട്സ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാവുന്നതാണ് കാണിക്കുന്നതാണ്. സോ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഐ മീൻ നിങ്ങൾക്ക് ഇതിന്റെ പാസ്വേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് വരും നിങ്ങളുടെ മെയിലിലേക്ക് വരും. അത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്പാമിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻബോക്സിൽ ഉണ്ടാവും. നിങ്ങൾ സി ട്രേഡർ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പാമിനകത്താണ് വരിക. MT5 ആണെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ നിങ്ങളുടെ ഇൻബോക്സിനകത്താണ് വരിക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുകൾക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക. അതിനകത്ത് അവർ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഓപ്പണിങ്ങിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പല ഇമെയിൽ ഐഡി ഉണ്ട്. നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ പല ആളുകളുണ്ട്. നിങ്ങളുടെ പാരന്റ്സ്, ഫ്രണ്ട്സ്, ഫാമിലി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരിലെല്ലാം അക്കൗണ്ട് എന്ത് ചെയ്യാവുന്ന ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവർ എങ്ങാനും ഇത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ ഐപി ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താവും ഫ്യൂച്ചറിൽ ഈ അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ട്രേഡിങ്ങിനകത്തേക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അപ്സ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള എസ്എംസി കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അറൗണ്ട് നമുക്ക് 28 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് ഫോറക്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് എല്ലാം ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പ്രീമിയം ഡിസ്കൗണ്ട് കമ്മിറ്റിന്റെ ഭാഗമാണെങ്കിൽ നമുക്കതിപ്പോൾ ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മൾ ഡെയിലി സെറ്റപ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഡെയിലി നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ കാണാം നമ്മുടെ ഡിസ്കോഡ് സെർവറിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ട്രേഡ്സ് നിങ്ങൾ ഇതിനകത്ത് കോപ്പി ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫ്രീ ആയിട്ടും അവൈലബിൾ ആണ് പെയ്ഡും അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഏതെങ്കിലും സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി അവർക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് എല്ലാം ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ്. പേഴ്സണൽ മെന്റർഷിപ്പും ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ട്രേഡിംഗ് വീഡിയോസിന് വേണ്ടി അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻഫർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.